നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ ജൂൺ മാസം 22-ാം തീയതിയാണ്, ഞായറാഴ്ച. 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നടക്കുന്ന സുദിനമാണ് നാളെ. ഏകദേശം പറഞ്ഞാൽ 30 വർഷത്തിന് ശേഷം ശനി മീനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിയാണല്ലോ മീനം. ഇവിടെ ശനിയുടെ സ്വാധീനമാണ് 8 നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. സ്വാധീനം എന്ന് പറയുമ്പോൾ ശനി നിങ്ങളിലേക്ക് ചെലുത്തിയിരുന്ന ദോഷവശങ്ങൾ മാറി, അല്ലെങ്കിൽ ദോഷഫലങ്ങൾ മാറി നിങ്ങളിലേക്ക് ഭാഗ്യഫലത്തെ നൽകാൻ പോകുന്ന സുദിനമാണ് നാളെ ജൂൺ 22 ഞായറാഴ്ച മുതൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ശനിയുടെ സ്വാധീനം വളരെയധികം ഗുണകരമായ ഫലങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. അതിനാൽ തന്നെ നാളത്തെ ദിവസം ഈ 8 നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രാധാന്യമേറിയ ദിനമാണെന്ന് പറയാൻ സാധിക്കും. ഇവിടെ ഈ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശനി ചെലുത്തിയിരുന്നതായ എല്ലാ പ്രതിസന്ധികളും മാറി ഭാഗ്യത്തിൻ്റെ ഒരു സമയം ആരംഭമാകുന്നു. കേന്ദ്ര ത്രികോണ രാജയോഗമാണ് നാളെ മുതൽ 8 നക്ഷത്രക്കാർക്ക് ആരംഭമാകാൻ പോകുന്നത്. ഇതിൻ്റെ ഫലമായി പ്രതിസന്ധികൾ അകലും. അതാണ് എടുത്തു പറയേണ്ടത്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടായാലും, വിവാഹവുമായി ബന്ധപ്പെട്ടായാലും, ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളായാലും, സാമ്പത്തിക പ്രതിസന്ധികളായാലും തുടങ്ങി നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളും മാറി ഭാഗ്യം ഉണ്ടാകാൻ തുടങ്ങുന്നു. 8 നക്ഷത്രക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം ആരംഭമാണ് നാളെ ജൂൺ 22 ഞായറാഴ്ച മുതൽ. ആ 8 നക്ഷത്രക്കാരെക്കുറിച്ച് ഇന്നത്തെ അധ്യായത്തിലൂടെ അറിയാം. പുണർദം, പൂയം, ആയില്യം, അതാണ് ആദ്യത്തെ 3 നക്ഷത്രക്കാരും. ഒന്നൊന്നായി നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഒഴിയും. അപ്പോൾ നിങ്ങളെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധ്യമാകും. ഒരു മഹാഭാഗ്യ സമയം തന്നെയാണ്. അപ്പോൾ ഇവിടെ അനുഭവിച്ചിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും നീങ്ങി ഭാഗ്യം വരും. അതായത് ശനിദശ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനുഷ്യന് വളരെയധികം പേടി തോന്നുന്നൊരു സമയമാണ്. അറിയാമല്ലോ, ആ ഒരു കാലം അത്രത്തോളം നമ്മളെ പ്രയാസത്തിൽപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം പ്രയാസത്തിലേക്ക് ശനി കൊണ്ടുവന്ന് ഇടും. നമ്മൾ ജീവിതം തന്നെ ചിലപ്പോൾ മടുത്തു പോകുന്നൊരവസ്ഥ വരെ അനുഭവത്തിൽ വന്നിട്ടുള്ളവരായിരിക്കും ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാരും. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അധികം പ്രയാസം നൽകുന്നത് നിങ്ങളുടെ മക്കളെ ഓർത്തുള്ള കാര്യങ്ങളാണ്. മക്കളുടെ ഉത്തമമായ വിവാഹം, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്തകൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മക്കളുടെ ഭാവിയെ ഓർത്തുള്ള നിങ്ങളുടെ ചിന്തകൾക്ക് വിരാമമാകും. എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ എന്ത് കാര്യം ഓർത്താണോ വിഷമിക്കുന്നത് ആ വിഷമങ്ങൾക്ക് പരിഹാരം ലഭിക്കും. ആ പരിഹാരം ലഭിച്ചാൽ പിന്നെ അവരെ ഓർത്തുള്ള വിഷമങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയില്ല. ശുഭകരമായ ഒരു സമയം നാളെ മുതൽ വന്നു ചേരുകയാണ്. ഭവനത്തിനടുത്ത് ധർമ്മശാസ്താ ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. അപ്പോൾ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം കൂടിയാണ് ഭവനത്തിൽ. അതൊരു പാലുകാച്ചൽ ചടങ്ങാകാം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്ന ചടങ്ങ്, ഗൃഹത്തിലേക്ക് ഒരു പുതിയ വാഹനം വരിക, അല്ലെങ്കിൽ ഗൃഹത്തിലേക്ക് സന്താനങ്ങൾ, കുട്ടികളൊക്കെ ഉണ്ടാകുന്ന, അങ്ങനെ ഏതായാലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഉതകുന്നതായ ചില മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സമയം കൂടി നാളെ മുതൽ ശനിയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ വന്നു ചേരുന്നതാണ്. ഇവിടെ സമയം വളരെയധികം അനുകൂലമായ ഒരു സുദിനം കൂടി നാളെ തുടങ്ങുകയാണ്. വിദേശ ഭാഗ്യം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ദേശം വിട്ട് അന്യദേശത്ത് പോകുകയും അവിടെ സമ്പാദിക്കുകയും അവിടെ വസിക്കുകയും ചെയ്യേണ്ടതായ സമയം കൂടിയാണ്. കുടുംബത്തിൽ സമ്പാദ്യം കൂടി വർദ്ധിക്കുന്ന സമയമാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ജോലിക്കായി കാത്തിരിക്കുന്ന ആളുകൾക്ക് ജോലി കൂടി ലഭിക്കുമ്പോഴേക്കും സമ്പാദ്യം കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും വളരെയധികം ഉത്തമമായ സമയമാണ്. പരീക്ഷകളിൽ, ഇൻ്റർവ്യൂകളിലൊക്കെ വിജയം കണ്ടെത്താനും ഈ ഒരു സമയം സാധിക്കുന്നതാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം, ഈ നക്ഷത്രക്കാർക്കും ശനി എല്ലാവിധ ദോഷങ്ങളും നീക്കി ഭാഗ്യം നൽകുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ദോഷങ്ങൾ ഒഴിയുന്ന സമയമായതിനാൽ തന്നെ എല്ലാവിധ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുയോജ്യമായ സമയം തുടങ്ങുകയാണ്. കൂടാതെ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് വിജയത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും.
മുന്നേയുള്ള സമയങ്ങളിൽ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും പ്രതിസന്ധികൾ പൂർത്തീകരണം നടക്കാത്തൊരവസ്ഥ. അപ്പോൾ ആ അവസ്ഥ മാറുന്നുണ്ട്. കുടുംബത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ഒഴിയുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകുന്ന ദിനങ്ങളാണ് നാളെ മുതൽ തുടങ്ങുന്നത്. എല്ലാ മേഖലകളിലും ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് മാത്രമല്ല, സാമ്പത്തികമായി വളരെയധികം ഉന്നതി ഉണ്ടാകും. ഏത് കാര്യത്തിൽ ചെന്ന് കൈവച്ചാലും അതിൽ നിന്ന് നിങ്ങൾക്കൊരു സാമ്പത്തിക മേന്മ, സാമ്പത്തിക നേട്ടം ഒക്കെയും വന്നു ചേരും. കഠിനാധ്വാനത്തിന് ഫലം കാണുന്ന സമയമാണ്. അതൊന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ തരാമെന്ന് പറഞ്ഞ ആ ഒരു പേയ്മെൻറ്റ് അത് പൂർണ്ണമായി കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ ഒന്നും ശമ്പളം പോലും കിട്ടാതെ വരുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഈ കേൾക്കുന്ന ആളുകൾ. അവിടെ ശനിയുടെ ഒരു വലച്ചിൽ നിങ്ങൾക്ക് ധാരാളമായി അനുഭവത്തിൽ വന്നു. ഒന്നുമില്ലാത്തൊരവസ്ഥ, ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥ അനുഭവിച്ചു വന്നവരായ ഇത് കേൾക്കുന്ന 3/4% ആളുകളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയം ഇവിടെ നാളെ മുതൽ മാറുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചുള്ള ഫലം തരുന്നതായിരിക്കും. ശനി അനുകൂലമായതിനാൽ തന്നെ വരുമാന മാർഗമുണ്ടാകും. കടങ്ങൾ ഒഴിയുന്ന സമയമാണ്. ബാധ്യതകൾ ഇല്ലാതാകും. മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിലേക്ക് നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് കടക്കാനായി സാധിക്കും. ആരോഗ്യം ദൃഢകരമാവും, അല്ലെങ്കിൽ മെച്ചപ്പെടും. ആരോഗ്യ സംബന്ധമായ ധാരാളം പ്രശ്നങ്ങളാൽ തന്നെ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, ഇടവിട്ട് ലീവ് എടുക്കേണ്ടതായ അവസ്ഥ, ശമ്പളം കൈ കിട്ടാത്ത അവസ്ഥ, അങ്ങനെ എല്ലാം കൂടി ചേർന്നപ്പോൾ ആകെ ജീവിതം തകിടം മറിഞ്ഞു കിടക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാകുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. തീർത്ഥാടന യാത്രയ്ക്കൊക്കെ പോകാനുള്ള ഭാഗ്യമുണ്ടാകും. അവിടെ ചെന്ന് നിങ്ങൾ എന്തു പ്രാർത്ഥിച്ചോ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായി ഭഗവാൻ തരുകയും ചെയ്യും. ശനി വളരെ അനുകൂലമായതിനാൽ തന്നെ എല്ലാവിധ പ്രതിസന്ധികളും മാറും. ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളൂ. ധൈര്യമായി മുന്നോട്ട് പോകും. ഒരുപാട് നാളത്തെ ആ കഷ്ടപ്പാടുകളൊക്കെ നാളെ മുതലുള്ള ആ പ്രഭാതത്തോടു കൂടി മാറാൻ പോവുകയാണ്. ഇന്നാ പിടിച്ചോ എടുപിടിയെന്ന് പറഞ്ഞ് മാറുമെന്നല്ല, നാളെ തൊട്ട് ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതായത് ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും പൂർത്തീകരിക്കാൻ സാധിക്കും. പ്രയാസങ്ങൾ മാറും. മനസ്സിന് തന്നെ ഒരു ഉല്ലാസം തോന്നും, ഉന്മേഷം തോന്നും, ഇന്ന പ്രവൃത്തി ചെയ്യാനുള്ളൊരു ഊർജ്ജം. അതായത് മറ്റ് ശനിയുടെ ഒരു വലച്ചൽ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഉന്മേഷമില്ലായ്മ. ഏത് കാര്യത്തിന് എഴുന്നേറ്റാലും ചാടി എഴുന്നേക്കും, പക്ഷെ പിന്നെ അത് പൂർത്തീകരിക്കണമെന്നൊരു ചിന്ത വരികയില്ല. അത് പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും ചില കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പെട്ടെന്ന് ആകെ പഠനത്തിൽ പിന്നോട്ടാവുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടില്ലേ. അതേപോലെ തന്നെ ചില ജോലികളാണെങ്കിൽ മനസ്സിൽ ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷേ കൈകൾ അനങ്ങാറില്ല, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു വന്ന നിങ്ങൾക്ക് നാളെ മുതലുള്ള സമയം വളരെയധികം അനുകൂലമായി മാറുകയാണ്. ശനി അത് നേട്ടത്തിലേക്കാണ് കൊണ്ടുചെല്ലുന്നത്. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം ശനി സൃഷ്ടിക്കുന്നു. 10ാം ഭാവത്തിലാണ് ശനി. ശുഭകരമായ സംഭവങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ വളരെയധികം അനുഭവങ്ങൾ മറിയുന്ന ഒരു സമയമാണ് തുടങ്ങുന്നത്. നേട്ടത്തിൻ്റെ സമയം. തടസ്സങ്ങൾ അകലും. എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിഘ്നങ്ങൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, വിഷമതകൾ, ഏത് കാര്യത്തിൽ നിന്നായാലും എന്ത് നല്ലത് ചെയ്താലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കേണ്ട അവസ്ഥ അതൊക്കെ മാറുന്നതാണ്. എല്ലാവിധ തടസ്സങ്ങളും ഒഴിയും. പല വഴികളിലൂടെ ധനം, നേട്ടം നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കുറവ് വരും. മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുമുള്ള യോഗം കാണുന്നുണ്ട്. ഭാഗ്യവും സന്തോഷവും ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളെ തേടിയെത്തുകയാണ്. എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കാനുള്ള ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടി ഈ സമയം നിങ്ങൾക്കുണ്ടാകുന്നതിനാൽ തന്നെ വളരെയധികം നേട്ടം വന്നു ചേരുന്ന ഒരു സമയം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ്. മെച്ചപ്പെട്ട ആരോഗ്യം വന്നു ചേരും. ശുഭകരമായ രീതിയിലേക്ക് ജീവിതത്തെ നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. അപ്പോൾ ഇവിടെ ഒരു ഉത്തമ ജോലി ലബ്ധിയൊക്കെ കാണുന്നുണ്ട്. അത് വിദേശത്താകാം കൂടുതൽ സാധ്യത. അപ്പോൾ വിദേശത്തേക്ക് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നാളെ മുതലുള്ള സമയം വളരെയധികം അനുകൂലമായിരിക്കും. വരുമാനം, നേട്ടം, ഐശ്വര്യം, അഭിവൃദ്ധി, വിവാഹ തടസ്സം, മാറ്റം എന്നിവയൊക്കെയും നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് വന്നണയുന്നതാണ്.